പച്ചരി കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ 1.5 ഗ്ലാസ് പച്ചരി തലേന്നേ കുതിർത്തി വെച്ച് നല്ല വൃത്തിയായി കഴുകിയെടുത്തതാണ്. 3/4 ഗ്ലാസ് അവല് കുതിർത്തി വെച്ച് നല്ല വൃത്തിയിൽ കഴുകിയെടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 1/4 മുറി തേങ്ങയാണ്. 1/4 മുറി തേങ്ങ, പകുതി ഉള്ളി, 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ ഉപ്പ് എല്ലായിടത്തും ആകുന്ന രൂപത്തിൽ തന്നെ മിക്സാക്കി എടുക്കണേ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. നല്ലോണം അരച്ചെടുക്കണേ. നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കാം. നല്ലോണം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തത് കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് കുറച്ച് കട്ടിയായിട്ട് തന്നെ അരച്ചെടുക്കണേ. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെയാണ് നമുക്ക് അരഞ്ഞ് കിട്ടേണ്ടത്. ഇനി ഇതിലേക്കുള്ള മസാലകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ഉള്ളി, ചെറിയ ഉള്ളിയാണ്, അത് ചെറുതായി കട്ട് ചെയ്തതും, 3 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റാണ്, അത് നമുക്ക് ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണേ. അതുപോലെ തന്നെ പകുതി തക്കാളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഒരു പിഞ്ച് അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഓക്കെ. അപ്പക്കാരം ചേർക്കുന്നില്ലെങ്കിൽ ചേർക്കേണ്ട കേട്ടോ, അതൊരു ഓപ്ഷനലാണ്. ഇനി നമ്മൾ കാരിയപ്പ ചട്ടിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൽ കറക്റ്റായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ കൂടാനും കുറയാനൊന്നും പറ്റാത്ത രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണേ. അതുകൂടാതെ തന്നെ ഇത് വേവുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. എന്നാലേ ഇതിൻ്റെ പിറകുവശം കൂടി നമുക്ക് ഒരു ബോൾസ് രൂപത്തിലായി കിട്ടും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഷേപ്പായിട്ട് കിട്ടൂല, അതുകൊണ്ടാണ്. ഇനി നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കൂടി ഞാനെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആയതൊക്കെ ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ചുട്ടടിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലേ. ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.